എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ നമ്മുടെ മെഗാസ്റ്റാറിൻ്റെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തുന്ന ആദ്യത്തെ മലയാള സിനിമയാണല്ലോ ഡൊമിനിക് ആൻഡ് ദി ലേഡി സ്പേസ്. ഗൗതം വാസുദേവമേനോന്റെ സംവിധാനത്തിൽ മമ്മൂക്കയെ നായകനാക്കി ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഡൊമിനിക് ആൻഡ് ദി ലേഡി സ്പേസ്. ഇപ്പോൾ ഇതാ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കേരള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം വലിയ ഹൈപ്പോ പ്രമോഷനോ ഒന്നും ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമ കൂടിയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡി സ്പേസ്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമ ദുൽഖർ സൽമാന്റെ വേറെ ഫെയർ ഫിലിംസാണ് ചിത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷൻ 55 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ 2021 ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ കേരള പ്രീസെയിൽ കളക്ഷൻ നേടിയ സിനിമ പ്രാവിൻകുട്ടി ഷാപ്പാണ്. 58 ലക്ഷമായിരുന്നു പ്രാവിൻകുട്ടി ഷാപ്പിന്റെ കേരള ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ വന്നിരിക്കുന്നത്. നിലവിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഡൊമിനിക് ആൻഡ് ദി ലേഡി സ്പേസ് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള പ്രീസെയിൽ കളക്ഷൻ 55 ലക്ഷം രൂപയാണ്. ചിത്രത്തിന്റെ ഫൈനൽ കേരള പ്രീസെയിൽ കളക്ഷൻ 60 ലക്ഷത്തിലേക്ക് എത്തപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ആസിഫ് അലിയുടെ രേഖാചിത്രം എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ്. ജോഫിൻ ടി ചാക്കോയുടെ സംവിധാനത്തിൽ ആസിഫ് അലി നായകനാക്കി തിയേറ്ററുകളിലേക്ക് ജനുവരി മാസം 9 റിലീസിനെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടി ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ അങ്ങനെ ആസിഫ് അലിയുടെ മറ്റൊരു സിനിമ കൂടി 50 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. 14 ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെയാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടിയിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ കിഷ്കിന്ദകാണ്ഡം എന്ന സിനിമയ്ക്ക് ശേഷം ആസിഫ് അലിയുടെ മറ്റൊരു സിനിമ കൂടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 14 ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 35 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം 14 ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 75 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ 14 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 50 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.